ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇയർ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇയർ ബാലൻസ് ആണ്. ഇയർ ബാലൻസിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ അതിനെന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുക എന്നറിയാനും പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് എപ്പോഴൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇയർ ബാലൻസ് അഥവാ വെർട്ടിഗോ എന്ന് പറയുന്ന അസുഖം സ്പിന്നിങ് സെൻസേഷനാണ്. അതായത് ഒന്നില്ലെങ്കിൽ അത് വെർട്ടിഗോ അല്ലെങ്കിൽ ഇയർ ബാലൻസ് എന്നൊക്കെ പറയൂലേ. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇയർ ബാലൻസ് വരാം. പിന്നെ അതുപോലെ ഇതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂറാക്കാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഒരിക്കൽ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷേ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് വരാതെ നോക്കാനായിട്ട് പറ്റും കേട്ടോ. പല കാരണങ്ങൾ കൊണ്ട് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വരും. അപ്പം നമ്മൾ ഒരു ഡോക്ടറെ പോയി കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ഡോക്ടറോട് പറയണം. അപ്പോൾ ചിലർ ഇപ്പോൾ തലകറക്കം തോന്നുമ്പോൾ ചിലർ വിചാരിക്കും ആകെ തളർന്ന പോലെ തോന്നുന്നു, തരിക്കണ പോലെ തോന്നുന്നു എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും അവർക്ക് തലകറക്കമാണ് അനുഭവപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അത് എന്ത് രീതിയിലുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് അവർക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് കാണിച്ചത് എന്നുള്ളത് ഡോക്ടറെ അടുത്ത് വ്യക്തമായിട്ട് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് അത് നോക്കാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും കഴിയുള്ളൂ കേട്ടോ. ഡോക്ടറിനെ കാണാനായിട്ട് വരുന്ന രോഗികൾ പറയുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് അനുസരിച്ചാണ് അവർക്ക് എക്സാമിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കറക്റ്റ് സിംറ്റംസ് പറയണമെന്ന് പറയപ്പെടുന്നത് കേട്ടോ. ചെവികളിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് ഇയർ ബാലൻസ് വരുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് കൊണ്ടാണ് ഇയർ ബാലൻസ് വരുന്നതെന്നുള്ളത് പറയാം. ചിലപ്പോൾ നെർവിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും, ചെവിയിലുള്ള നെർവിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും. ചെവിയിൽ ഒരു എൻഡോ ലിംഫ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ഇംബാലൻസ് കൊണ്ട് ചിലപ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വന്നേക്കാം. പിന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക്, മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണിക്കുന്നവർക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ചെവിയിലുള്ള ഇന്നർ കനാല്, വെസ്റ്റിബുലാർ കനാലിന് നീർക്കെട്ടോ എന്തെങ്കിലും ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാലും ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കാണിക്കാറുണ്ട്. ഇന്നർ ഇയറിന് എന്തെങ്കിലും കംപ്ലയിൻസ് വരികയാണെങ്കിൽ അപ്പോഴും ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ഒരു രോഗി ഡോക്ടറെ ചെന്ന് കാണുകയാണെങ്കിൽ ഡോക്ടർ തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഒരാഴ്ചത്തേക്കായിരിക്കും, ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. മെയിനായിട്ട് കൊടുക്കുന്നത് സ്റ്റെമറ്റിൽ എന്ന് പറഞ്ഞ ടാബ്ലറ്റും വെർട്ടിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റുമാണ്. അതിപ്പോൾ ചെറിയ തോതിലാണ് അനുഭവപ്പെട്ട പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ വെർട്ടിൻ 8 mg കൊടുക്കാറ്. അതുപോലെ തന്നെ ഭയങ്കര കൂടുതലായിട്ടുള്ള തലകറക്കുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് തീരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെർട്ടിൻ 16 mg ഒക്കെ TID ഒക്കെ പോകാറുണ്ട് കേട്ടോ. അതായത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് കാണാം, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ഈ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് കൊടുക്കും. കാരണം അവർക്ക് സെൽഫായിട്ട് അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് 3 നേരം കറക്റ്റായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും ബാലൻസ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെയിലി ചിലപ്പോൾ ടാബ്ലറ്റ് കഴിക്കേണ്ടതായിട്ട് വരും. കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി മാത്രമാണ് ഈ ടാബ്ലറ്റ് കഴിക്കുന്നത്. പക്ഷേ ഈ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറി ക്യൂർ ആവില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തലകറക്കം വന്നു, ഛർദ്ദിച്ചു, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് മാറാനായിട്ട് ഒരു സ്റ്റെമറ്റിലിൻ്റെ ഇഞ്ചക്ഷനാണ് ആദ്യം എടുക്കുക. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ബാക്കി ടാബ്ലറ്റുകൾ നമുക്ക് വീട്ടിലേക്ക് കഴിക്കാനായിട്ട് തരും. വലിയ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ നമുക്ക് ഗുളികകൾ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ബാലൻസിൻ്റെ പ്രോബ്ലം വന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലിഫ്റ്റ് കയറാൻ പാടില്ല. ലിഫ്റ്റ് കയറി കഴിഞ്ഞാൽ അവർക്കൊരു ആ ലിഫ്റ്റിൻ്റെ ഒരു ജെർക്കിങ് മൂവ്മെൻറ്റ് ഇവരുടെ ബാലൻസിനെ പെട്ടെന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഒരു പ്രാവശ്യം വന്നു പോയ ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിക്കും അറിയാനായിട്ട് സാധിക്കും. ചെറുതായിട്ട് അവർക്ക് പിന്നെ ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാലും ചെറിയൊരു ജെർക്കിങ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. അവർക്ക് അങ്ങനെ അനുഭവപ്പെടും. പിന്നെ ചെറുതായിട്ടൊന്ന് കറങ്ങുന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് കഴിവതും ഉപയോഗിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ചെവിയിൽ കാറ്റടിക്കാതിരിക്കുക. ചെവി കാറ്റടിക്കാണ്ടിരിക്കുക, ഒന്നില്ലെങ്കിൽ പഞ്ഞിയോ അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റടിക്കാണ്ടിരിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യണം. കാറ്റടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ പ്രോബ്ലംസ് രൂക്ഷമായി തന്നെ കാണാനായിട്ട് ഇടയാവും. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, താഴേന്ന് പെട്ടെന്ന് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഭാരം ചുമന്നുകൊണ്ട് ഒരിക്കലും പോകാൻ പാടില്ല. ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
തലയിൽ ഭാരം ചുമന്നത് പോകുന്നത് ഒഴിവാക്കണം. അപ്പോൾ തലയ്ക്ക് കനം കാരണം പെട്ടെന്ന് ഇയർ ബാലൻസിന് പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ചെവിയുടെ പ്രശ്നം മൂലമാണ് ഇതുണ്ടാവുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ തലയിൽ ഭാരം ചുമന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വീണ്ടും കാണും. ഇതിൽ വെള്ളം കയറാതെ കുളിക്കുമ്പോഴായാലും വാഷ് ചെയ്യുമ്പോഴായാലും ചെവിയിൽ വെള്ളം കയറാതെ നോക്കണം. വെള്ളം കയറി കഴിഞ്ഞാലും ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വീണ്ടും കാണിക്കും. പാർക്കിലൊക്കെ പോകുമ്പോൾ കറങ്ങണ സാധനത്തിലേക്ക് ഇരുന്ന് വട്ടം കറങ്ങണത്, പിന്നെ ആകാശ ഊഞ്ഞാൽ പോലത്തെ സാധനത്തിലൊക്കെ കയറി ഊഞ്ഞാലാടണത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇയർ ബാലൻസിന് പ്രശ്നമുള്ളവർ ചെയ്യാൻ പാടുകയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ പെട്ടെന്ന് എണീക്കുക, പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക, ലൗഡായിട്ടുള്ള വോയിസസ് കേൾക്കുക, അങ്ങനത്തെയൊക്കെ റിപ്പീറ്റേഷൻസ് ഒക്കെ വരും. അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വീണ്ടും കാണിക്കും. അതായത് ലൗഡായിട്ടുള്ള വോയിസുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഇന്നർ ഇയറിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണ് നമുക്ക് ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ വന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുമ്പോൾ നമുക്ക് അത് താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ വീണ്ടും ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് വരും. നമുക്ക് ചെറുതായിട്ട് തലകറക്കം അനുഭവപ്പെടുന്ന പോലെയൊക്കെ തോന്നാം. ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ വയ്യ ക്ഷീണം എന്നുകൊണ്ട് നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ട് മലർന്ന് കിടന്ന് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാനും അതുപോലെ തന്നെ മുകളിലത്തെ റൂഫൊക്കെ മൊത്തത്തിൽ കറങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം കറങ്ങണ പോലെ തോന്നും. നമുക്ക് കണ്ണ് തുറന്ന് നോക്കാനേ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ തലയ്ക്ക് ഭയങ്കര ഭാരമായിരിക്കും അനുഭവപ്പെടുക. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബാലൻസ് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. നമുക്ക് ശരിക്കും സ്റ്റഡിയായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഓക്കാനം വരണ പോലെ തോന്നും. ശരീരമൊക്കെ തളർന്നു പോണ പോലെ തോന്നും. ഒരു തരിപ്പ് വരണ പോലെ തോന്നും. പിന്നെ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും. വോമിറ്റ് ചെയ്യും. ചിലവർ കൂടുതലായിട്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും വോമിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വോമിറ്റിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെൽഫായിട്ട് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് സ്റ്റെമറ്റിൽ ഇഞ്ചക്ഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് വന്ന് തലവേദന ബാക്കി പ്രശ്നങ്ങളിലേക്കൊക്കെ പിന്നെ ഇത് മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ കണ്ടിട്ട് മെഡിസിൻ എന്തായാലും എടുത്തേ പറ്റൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിക്കണമെന്ന് ചിലവർ ചോദിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അത് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഡോക്ടേഴ്സൊക്കെ ചിലവർ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇയർ ബാലൻസ് വന്നൊരു വ്യക്തിക്ക് തന്നെ സെൽഫായിട്ട് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ കാറ്റടിക്കുന്നത് ഒഴിവാക്കണം. പിന്നെ ചെവിയിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത്, നടക്കുമ്പോൾ പെട്ടെന്ന് കുനിയണത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം. ചിലപ്പോൾ ഈ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ കുറേ നേരം ഇരുന്നിട്ടോ കിടന്നിട്ടോ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലർ പറയും തലകറക്കുണ്ടെന്ന് പറയില്ലേ. പക്ഷെ അത് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ആവണമെന്നില്ല കേട്ടോ. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് കുറേ നേരം റെസ്റ്റ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി കുറേ നേരം ഇരുന്ന ഒരാൾ പെട്ടെന്ന് എണീക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ BP ലോ ആവുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് സഡനായിട്ട് വരുന്നൊരു സംഭവമാണ്. അങ്ങനെ സഡനായിട്ട് വരുമ്പോൾ തലകറക്കം വരും. അപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറും, പെട്ടെന്ന് വീഴാൻ പോണ പോലെ തോന്നും. പക്ഷേ അതൊരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ കറക്റ്റ് ആവും. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ എന്നാണ് മെഡിക്കൽ ടേംസ് ആയിട്ട് ഇതിന് പറയുക. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇയർ ബാലൻസ് അന്നുകൊണ്ട് ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി എഴുന്നേക്കുന്ന സമയത്ത് ഒന്ന് സ്ലോവിൽ എഴുന്നേക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അത് തന്നെ മാറിപ്പോക്കോളൂ കേട്ടോ. അപ്പോൾ ഇയർ ബാലൻസ് ഉള്ളവർ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.